വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ ചോറ് ബാക്കി വരുമ്പോൾ അത് വെച്ചിട്ട് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ പെട്ട നല്ലൊരു അടിപൊളി ഐറ്റമാണ് ചോറ് കൊണ്ട് പൊറോട്ടയുടെ ടെക്സ്ചറിൽ, പൊറോട്ടയുടെ സെയിം ടേസ്റ്റിൽ, ചിലപ്പോൾ അതിനേക്കാളും ടേസ്റ്റിലുള്ള ഒരു അടിപൊളി ഡിന്നർ റെസിപ്പി. അപ്പോൾ അതിൻ്റെ കൂടെ നല്ലൊരു ചിക്കൻ കോംബോയും കൂടി ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ, ഇഷ്ടമാവും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കണം. ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കഴിഞ്ഞ ദിവസം റൂഹി വോമിറ്റിങ്ങൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ ഫുഡൊന്നും മര്യാദക്കൊന്നും കഴിക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ തൈരും വെളിച്ചെണ്ണയും ഉപ്പും തൈരും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. മുട്ടയും ഇഷ്ടമാവെന്ന് വിചാരിച്ചിട്ട് കൊടുക്കാൻ നോക്കിയ, പക്ഷേ അവൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ റോസൂനും ചെറിയൊരു സെയിം അതേപോലെ തന്നെ വൈറലാണെന്ന് തോന്നുന്നു. രണ്ടുപേർക്കും ഒരേപോലെയാണ്, വോമിറ്റിങ്ങും ഒരു അസ്വസ്ഥതയൊക്കെയാണ്. ഇപ്പോൾ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞി വെക്കാൻ നേരം നോക്കിയപ്പോഴാണ് കഞ്ഞിയുടെ അരി ഉണ്ടല്ലോ, അതിൽ കുത്തൻ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ ഞാൻ ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുത്തൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട്, കാരണം ഞാൻ ഇട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം നോക്കിയപ്പം നന്നായിട്ട് കുത്തനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് ഉമ്മാക്ക് വിളിച്ച് ചോദിച്ചപ്പം, ഇക്കടെ ഉമ്മാക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി, അത് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ്. നമ്മൾ നേരെ എടുത്ത് കഴുകിയാൽ അതിൻ്റെ ആ ഒരു മണമൊന്നും പോവില്ല. അപ്പം എന്താ കണ്ടോ, അപ്പം ഞാനൊന്ന് വെയിലത്ത് വെക്കുകയാണ്. ഒരുപാട് അരിയുണ്ട്, അപ്പോൾ എല്ലാം കൂടി നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെ കുറേ മുമ്പ് കൊണ്ടുവന്ന അരിയായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കും വേണ്ടി വരും. പിന്നെ മുട്ടയുടെ തോട് ഞാൻ കുറച്ചൊന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മുട്ടയുടെ തോട് കഴുകിയിട്ട് വേണം കേട്ടോ ഉണക്കാൻ. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു തോട് അങ്ങനെ തന്നെ ഉണക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇട്ട് കൊടുക്കുമ്പം അതിൽ പ്രാണികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും, നല്ലതാണ്. പിന്നെ വൈകിട്ട് നമ്മൾ സാധാരണ ദോശ, ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കല്ലേ. അപ്പോൾ ഇന്ന് ഇക്ക പറഞ്ഞു, ഇക്കാൻ്റെ ഒരു കസിന് ചിലപ്പം വരും ഡിന്നറിന്, അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിക്കൊണ്ടിന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിയതാണിത്. അപ്പോൾ ചോറ് ബാക്കി ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട്. 1/2 കപ്പ് വെള്ളം, ഒരു കപ്പ് ചോറിലോട്ട് 1/2 കപ്പ് വെള്ളം. നമ്മൾ മട്ട റൈസ് ആണെങ്കിലും വൈറ്റ് റൈസ് ആണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല, ചോറ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക, ഒട്ടും കട്ടകൾ കൂടാണ്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇത് പൊറോട്ടയുടെ ടെക്സ്ചർ അല്ലെങ്കിൽ പൊറോട്ടയെക്കാളും ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കേട്ടോ. എന്നാൽ ഭയങ്കര വെറൈറ്റി ആയിരിക്കും, ഒരു ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആയിരിക്കും കേട്ടോ. അപ്പോൾ മൈദ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും, കുഴപ്പമില്ല. എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത ശേഷം കൈ ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ കൈ കഴുകിയിട്ട് അങ്ങനെ തന്നെ ഒന്ന് കുഴച്ചെടുത്താലും മതി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട് ഒന്നുകൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അഥവാ നിങ്ങൾക്ക് നമ്മൾ ചോറും വെള്ളം കൂടി മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പം വെള്ളം കൂടി പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നല്ലോണം കമ്പൈൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊരു അരമണിക്കൂറാണ് വെച്ചത്, കാരണം നമ്മൾ കറി റെഡിയാക്കുന്നില്ലേ, 6 സമയം വരെയാണ് ഞാനിത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് കുഴച്ച് വെച്ച ശേഷം പിന്നെ ചിക്കൻ കൊണ്ടുവന്നു, ചിക്കൻ കട്ട് ചെയ്തു, കഴുകി, ആ പണികളൊക്കെ ചെയ്തു. അങ്ങനെയാണ് അരമണിക്കൂറായത് കേട്ടോ. നിങ്ങൾക്ക് മിനിമം ഒരു 15 മിനിറ്റെങ്കിലും വയ്ക്കാം. അപ്പം വെളിച്ചെണ്ണ ചൂടാക്കി നമുക്ക് കറി ഉണ്ടാക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ഏലക്ക, ഗ്രാമ്പൂ, പട്ട ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 സവോള ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ജീരകം, കുരുമുളക്, കാന്താരി മുളക്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എല്ലാം കുറേശ്ശെ എടുക്കുക, അതിന് ഇത്ര കണക്കൊന്നുമില്ല. കാന്താരി മുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള എടുത്തോളൂ കേട്ടോ. എന്നിട്ട് ക്രഷ് ചെയ്തിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 തക്കാളി, 2 സവോളക്ക് 2 തക്കാളി, എല്ലാം കൂടി ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക. പിന്നെ വല്ലാണ്ട് സോഫ്റ്റായി വരുന്ന വരെ വഴറ്റിയെടുക്കണമെന്നൊന്നുമില്ല, ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ആകെ കുറച്ച് മാത്രമേ ചേർക്കുള്ളൂ. ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ കസൂരി മേത്തി ഒരു ടീസ്പൂൺ നേരെ എടുത്തോളൂ. അത് ഉലുവയുടെ ഉണങ്ങിയ ഇല കേട്ടോ, അതൊന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 കിലോ ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറി കേട്ടോ.
നമ്മുടെ സാദാ ചിക്കൻ കുറുമ അല്ലെങ്കിൽ ക്രീമി ചിക്കൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിനെ. അപ്പോൾ ഇത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഏതോ ഒരു വ്ളോഗിൽ, മുമ്പത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇതിൽ കാന്താരി മുളകൊക്കെ എക്സ്ട്രാ ഞാൻ ചേർത്തതാണ്. ഇനി അത് അടച്ച് വെച്ചിട്ട് അവിടെ വേവിക്കുക. അതിൻ്റെ കൂടെ ഞാൻ ഇത് കാണിക്കാൻ വിട്ടുപോയതാണ്. അണ്ടിപ്പരിപ്പ് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ നല്ലോണം ചിക്കൻ കുക്കായി എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്ന ശേഷമാണ് ഈ അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ക്രീമാണ് ചേർക്കുന്നത് കേട്ടോ, ഫ്രഷ് ക്രീം. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ക്രീം ചേർക്കുമ്പം ആ ഒരു നല്ല തിക്കായിട്ടുള്ളൊരു ഫ്ലേവറായിരിക്കും. അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ക്രീം ചേർക്കുമ്പോൾ. ഫ്രഷ് ക്രീം ഞാനത് ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കറി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ, ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ തന്നെ ചേർക്കുമ്പോൾ ചിലപ്പോൾ കട്ട പിടിക്കും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ കസൂരി മേത്തിയും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ക്രീം ചേർത്ത ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്രീമി ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ കുർമ എന്ന് പറയാൻ പറ്റില്ല, ക്രീമി ചിക്കൻ എന്ന് പറയാം. ക്രീം ചേർത്തുകൊണ്ടാണ് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി കറിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ആ ഒരു കാന്താരി മുളക് ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ അതിന് പകരം. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൽ ഒരുപാട് സ്പൈസ് പൗഡേഴ്സൊന്നും ചേർത്തിട്ടില്ല, ഗരം മസാല പൊടി ചേർത്തിട്ടില്ല, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു കളറ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കറി റെഡിയായ ശേഷമാണ് ഞാൻ നമ്മൾ നേരത്തെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ചോറും മൈദയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മാവ്, അതുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു തിക്നെസ് ഇതുപോലെ ഇരിക്കും. ഭയങ്കര തിക്കുമല്ല, എന്നാൽ ഭയങ്കര ലൂസും അല്ല, ആ ഒരു പരുവാണ് കേട്ടോ. അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊറോട്ട പോലത്തെ ആ ഒരു റൊട്ടിയിലോട്ട് പോവാം. അപ്പോൾ അത് നല്ലോണം ഇങ്ങനെ പാത്രത്തിൽ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ആക്കി എടുക്കുക. ഞാനത് വീഡിയോ കട്ട് ചെയ്യാണ്ട് കാണിക്കാൻ കാരണം നിങ്ങൾക്ക് അത് ഇങ്ങനെ എന്താ പറയുക, ഒരു ഒട്ടി പിടിക്കുന്ന പരുവാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിത് പൊടി ഇട്ടിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നതും ഒന്ന് റോൾ ചെയ്തെടുക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഒരുപാട് പൊടിയൊന്നും ചേർക്കണ്ട. നമ്മൾ ചോറ് ചേർത്ത് ഇത് മാവ് കുഴച്ചെടുത്തുകൊണ്ടാണ് ആ ഒരു ഒട്ടി പിടിക്കുന്ന പരുവാവുന്നത്. അതുപോലെ തന്നെ ആ ചോറ് ചേർത്തുകൊണ്ടാണ് ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് പൊടി കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ കട്ടിംഗ് ബോർഡിലോ ഒന്ന് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക, ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മടുക്ക് ചപ്പാത്തി ഉണ്ടാക്കൂലേ, അതേപോലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് കുറേ ലേയേഴ്സ് വരിക കേട്ടോ. അതുപോലെ തന്നെ ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ വേണം നമുക്ക് ഇടയ്ക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബോൾസൊക്കെ ഞാനിതുപോലെ പൊടിയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്, എന്നാലേ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് ആവശ്യത്തിന് മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തിയുടെ പോലെ ആദ്യം ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് മൈദയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് മടക്കി എടുക്കുന്നുണ്ട്. ഒരു സ്ക്വയർ പരുവത്തിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു മടക്ക് ചപ്പാത്തി ഉണ്ടാക്കൂലേ, അതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം സൺഫ്ലവർ ഓയിൽ, പിന്നെ മൈദ സ്പ്രെഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. വീണ്ടും സൺഫ്ലവർ ഓയിൽ, മൈദ സ്പ്രെഡ് ചെയ്യുക, എന്നിട്ട് വീണ്ടും മടക്കിയെടുക്കുക. ഇനി ഇത് പൊടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക. ഇനി പരത്തിയെടുക്കുന്നത് നല്ല തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക കേട്ടോ, മാക്സിമം തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ ആക്കിയാലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി പോലെ കിട്ടും. പക്ഷേ ഇതുപോലെ ആക്കിയെടുക്കുമ്പോൾ പൊറോട്ടയുടെ സെയിം ഒരു ടേസ്റ്റും അതുപോലെ തന്നെ അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആകും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇത് ചപ്പാത്തി നമ്മളൊരു ഗസ്റ്റിന് വെച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇതുപോലെയുള്ള എന്തെങ്കിലും വെറൈറ്റി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല വെറൈറ്റിയാണ്. എന്നാൽ നമ്മുടെ ചോറ് കൊണ്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇതുപോലെ എല്ലതും പരത്തിയെടുത്ത ശേഷം നിങ്ങൾ ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദാ എല്ലതും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചുടുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാന് നല്ലോണം ചൂടുണ്ടായിരിക്കണം. ചൂടുണ്ടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അതിന് ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഒരേ സൈഡ് കുറേ നേരം വെച്ചിട്ട് ചുടരുത് കേട്ടോ. ഓരോ സൈഡിലും കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ആ പൊറോട്ടയുടെ ആ ഒരു ടേസ്റ്റൊക്കെ വരുന്നത്. എന്നിട്ട് തിരിച്ചു മറിച്ചും ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക.
കുറേ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരേ സൈഡ് നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ഒരു സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം കളർ മാറിപ്പോവും. അതുപോലെ തന്നെ ഭയങ്കര ഹാർഡായിപ്പോവും. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല വീർത്ത് പൊങ്ങി വരും. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ്നെസ് ആണെന്നുള്ളത്. പിന്നെ ഇത് ചുട്ട പാടനെ നിങ്ങളൊരു കാസ്ട്രോൾ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ വെക്കുകയാണെങ്കിൽ അടച്ച് വെക്കുക കേട്ടോ, തുറന്ന് വെക്കണ്ട. തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ ഒക്കെ അത് യൂസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ അത് ഹാർഡായി പോകും. നമ്മൾ പൊറോട്ടയുടെ കേസും അങ്ങനെ തന്നെ അല്ലേ, നല്ലോണം നമ്മൾ ഫാനിൻ്റെ ചോട്ടൊക്കെ കുറേ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാർഡായി പോകില്ല. അപ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക, പൊറോട്ടയുടെ സെയിം ടെക്സ്ചർ ടേസ്റ്റ് ആണെങ്കിൽ വേറൊരു പൊറോട്ടയേക്കാളും ടേസ്റ്റിൽ വരുന്ന നല്ലൊരു റൊട്ടിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും ഈ ചോറ് വെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടപ്പം ഉണ്ടാക്കി നോക്കിയതായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പലരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇത് ഇക്കാക്ക് ഉണ്ടാക്കിയതാണ്. ഇക്കാക്ക് മൈദ ചേർത്തിട്ടുള്ളത് കൊടുക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നീർദോശ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ ഒരുപാട് ഈ ചോറ് ചേർത്തിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കുന്നത്, ഈ ഒരു ഐറ്റം, ഈ ഒരു റൊട്ടി. ഞാനിപ്പോൾ 2-3 തവണയായിട്ട് ഇത് ഉണ്ടാക്കി നോക്കി. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ പുറത്തുനിന്ന് പൊറോട്ട അല്ലെങ്കിൽ നമ്മൾ സാധാ വീട്ടിലുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ചോറ് എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാവുമല്ലോ ഉച്ചത്തേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ വരുമ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്, നല്ലൊരു വെറൈറ്റിയാണ് കാണാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. അതിൻ്റെ കൂടെ ആ ഒരു കുറുമുണ്ടല്ലോ, അതും ഭയങ്കര ടേസ്റ്റ്. അത് രണ്ടും കൂടിയുള്ളൊരു കോമ്പിനേഷൻ അപാരം കേട്ടോ. നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ കാണുമ്പോൾ ഒരു പൊറോട്ടയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓരോ ലെയേഴ്സും വരുന്ന കണ്ടോ, അത്രയും സോഫ്റ്റാണ് സംഭവം. അപ്പോൾ ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്തു. പിന്നെ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തന്നെ കഴിക്കേണ്ടി വന്നു. പിന്നെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ വെജിറ്റബിൾസൊക്കെ ഭയങ്കര ഗാർണിഷൊക്കെ ചെയ്ത് വെച്ചത്. അപ്പം ഇക്ക പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇക്ക വന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ വിരുന്നുകാർ വരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഡിന്നറിന് ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ തന്നെ ഉണ്ടാക്കി നോക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താ പറയുക, ഈ ഒരു ഇതിൻ്റെ കൂടെ ഇത് ഭയങ്കര കോമ്പിനേഷനാട്ടോ. ഈ ഒരു കറി ദോശയുടെ കൂടെയുള്ള കോമ്പിനേഷനേക്കാളും ഈ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കറി കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.